പരിശുദ്ധമായ ഇസ്ലാം അതിഥി സൽക്കാരത്തിന് വളരെ വലിയ മഹത്വം കൽപ്പിക്കുന്നുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസിൽ നമുക്ക് ഇങ്ങനെ കാണാം. മുത്തുനബി തങ്ങൾ പറയാണ്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയുക്രിം വൈഫഹു എന്നാണ്. അതായത് ഒരാൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ, അതായത് ഒരാൾ മുഅ്മിനാണെങ്കിൽ, സത്യവിശ്വാസിയാണെങ്കിൽ, അവൻ അവൻ്റെ അതിഥിയെ ആദരിച്ചു കൊള്ളട്ടെ എന്നാണ്. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബികൾ അൻസാറുകളുമുണ്ട്, മുഹാജിറുകളുമുണ്ട്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്ന സ്വഹാബികൾക്ക് മുഹാജിറുകളായ സഹാബികൾ എന്ന് പറയുന്നു. അതുപോലെ തന്നെ മദീന നിവാസികളായ സഹാബികൾ അവർക്ക് അൻസാറുകൾ എന്ന് പറയുന്നു. കാരണം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്ന, മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള ജീവിതം പറിച്ചു നട്ട മഹാന്മാരായ സഹാബികളെ എല്ലാ നിലക്കും സഹായിച്ചവരാണ് അൻസാറുകളായ സഹാബികൾ. അതായത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് അവര് വിരുന്നു വന്ന, വൈഫായി വന്ന ആ അതിഥികളെ മാനിക്കേണ്ടതുപോലെ മാനിച്ചവരാണ് മഹാന്മാരായ മദീനക്കാരായ അൻസ്വാരികളായ സഹാബികൾ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ചരിത്രത്തിൽ മറ്റൊരു പേര് കൂടിയുണ്ട്. അബുൽ വൈഫാൻ എന്നാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു പേര്. അതായത് അതിഥി സൽക്കാരത്തിന്റെ പിതാവ്. കാരണം അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ കൂടെ ഒരാളില്ലെങ്കിൽ മൈലുകളോളം സഞ്ചരിച്ച് ഒരാളെ കൂട്ടി എത്ര കിലോമീറ്റർ സഞ്ചരിച്ചാലും അങ്ങനെ നടന്ന് ഒരാളെ അന്വേഷിച്ച് തേടി പിടിച്ച് കൂടെ ഇരുത്തി ഭക്ഷണം കഴിക്കുന്ന ഒരു സ്വഭാവം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനുണ്ടായിരുന്നു. ഇങ്ങനെ പരിശുദ്ധമായ ഇസ്ലാം അതിഥി സൽക്കാരത്തിനും അവരെ മാനിക്കുന്നതിനുമൊക്കെ, അവരോട് നല്ല രീതിയിൽ ഇടപെടണം എന്നുള്ളതിലുമൊക്കെ പരിശുദ്ധമായ ഇസ്ലാം വലിയ മഹത്വമാണ് കൽപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകളായി പഠിച്ച് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാനുള്ള തൗഫീഖ് നമുക്കും ബന്ധപ്പെട്ടവർക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.